കോടിക്കണക്കിൽ പൈസ ഉണ്ടെങ്കിലും അതൊക്കെ നമ്മൾ ഒരു ദിവസം വിട്ടു പോകും. കുറച്ച് നല്ല ആൾക്കാരനെ ചേർത്ത് വെക്കി, അപ്പൊ നിന്റെ ലൈഫ് നന്നായിരിക്കും പറയുന്നവർ കേട്ടിട്ടില്ലേ? വലിയ ആൾക്കാർക്ക് തന്നെ പറയും. അപ്പൊ അത് സത്യം പറയുന്ന പോലെ ഒരു സ്റ്റോറി ആണെങ്കിൽ ഉണ്ടായിട്ടുണ്ട്. കാര്യം എന്താണ്, കറക്റ്റ് സ്റ്റോറി പറഞ്ഞുതരാം. കാൻ പറയുന്ന ചെക്കനാണെങ്കിൽ 2002 ക്ലീനിങ് പണിയായിരുന്നു. ആ സമയത്താണ് ലോട്ടറി അടിക്കുന്നതും എത്ര അടിച്ച് വെച്ച ഏകദേശം $10 മില്യൺ, അതായത് ഏകദേശം 100 കോടി നമ്മുടെ ഇന്ത്യൻ മണി. അതിനുശേഷം ഇവനാണെങ്കിൽ ആ ക്യാഷ് വെച്ച് എന്താ ചെയ്യാന്ന് അറിയാണ്ട് ഫസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ നോക്കി. പക്ഷെ ഇവനാണ് അപ്പൊ തോന്നിയത് ലൈഫ് ആണെങ്കിൽ നമുക്ക് എൻജോയ് ചെയ്യാനുള്ളതാണ്, അതുകൊണ്ട് നോക്കി നമുക്ക് കുറച്ച് എൻജോയ് ചെയ്തിട്ട് പിന്നെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് ഇവനാണെങ്കിൽ നോക്കി കുറച്ച് എൻജോയ് ചെയ്യാൻ തുടങ്ങി. എങ്ങനെയാണെന്നറിയോ? അവൻ ഫാസ്റ്റ് കുറച്ച് വർഷങ്ങൾ ഒരു വലിയ ബംഗ്ലാവും പിന്നെ മറ്റേ കുറച്ച് ലക്ഷറിയസ് ആയ കാർ ഉണ്ടാവില്ലേ, ലംബോഗിനി, പിന്നെ വലിയ വലിയ മാൻഷൻസ്, പാർട്ടീസും പറഞ്ഞിട്ട് മൊത്തം എൻജോയ്മെന്റ് ആണ്. ആ സമയത്ത് ഇവനാണെങ്കിൽ നോക്കിയാൽ കുടിച്ചിട്ട് ഓരോ ആൾക്കാരും പോയി പ്രശ്നം ഉണ്ടാക്കി ഏകദേശം 7 ദിവസം ജയിലിൽ കടന്നിട്ടുണ്ട്, പോലീസിനെയും തല്ലി കിട്ടിയിട്ടുമുണ്ട്, എല്ലാം നടന്നിട്ടുണ്ട്. ആ സമയത്താണ് എനിക്ക് നോക്കിയാൽ കുറച്ചും കൂടി എൻജോയ് ചെയ്യാൻ പറഞ്ഞിട്ട് മൊത്തം അടിച്ചു പൊളിച്ച് നടക്കുന്ന ടൈമില് ആ സമയം നോക്കി ഒരു 7 വർഷം കഴിയുമ്പോൾ ക്യാഷ് മൊത്തം കാലി. നമ്മളൊക്കെ ആണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാകും. പക്ഷെ ഇവനാണെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാണ്ട് അവൻ കിട്ടിയ പൈസയിൽ ഇപ്പൊ ഈ ലക്ഷറീസ് കാർക്ക് ഉണ്ടെങ്കിൽ അവൻ ലക്ഷറീസ് കാർസിന് തല്ലിപ്പൊളിക്കുക. നമ്മുടെ മിസ്റ്റർ ബീസ്റ്റ് ചെയ്യില്ലേ ഇങ്ങനെ ഒരു എക്സ്പെരിമെന്റ്, അതുപോലെ ഇവനാണെങ്കിൽ തല്ലിപ്പൊളിച്ച് മൊത്തം ലാവിഷാണ് ഇവൻ. ഇവന്റെ മാൻഷനൊക്കെ കാണണം. ഇപ്പോൾ അവന്റെ മാൻഷൻ ഇപ്പൊ കണ്ടാൽ പച്ച പിടിച്ചിട്ട് ഇങ്ങനെ മൊത്തം പാസ്സാറൊക്കെയാണ്. മൊത്തം കണ്ടാൽ നമുക്ക് മാൻഷനാണെന്ന് തോന്നില്ല. ആ അവസ്ഥയിലായി. ഇപ്പൊ അവൻ എന്താ ചെയ്യാൻ നിങ്ങളാണെങ്കിൽ ആലോചിക്കും. എന്താന്നല്ലേ, തിരിച്ചും ഇപ്പൊ അവന്റെ പണിക്ക് തന്നെയാണ്. ഏത് പണി? ക്ലീനിങ് പണി. അപ്പൊ അവിടെ പോയിട്ട് ഇപ്പൊ അവൻ ക്ലീനിങ് പണി തന്നെയാണ്. പിന്നെ ഇപ്പോൾ റിപ്പോർട്ടേഴ്സ് ഒക്കെ വന്നിട്ട് നിങ്ങൾ എന്തെങ്ങനെയായി, നിങ്ങൾക്ക് 100 കോടി ഉണ്ടായിട്ട് നിങ്ങൾ ലാസ്റ്റ് 0 ആയാലും ചോദിച്ചപ്പോൾ ഇവൻ പറഞ്ഞെന്താ അറിയോ? മോറൽ ഓഫ് ദി സ്റ്റോറി ഇതാണ്. എന്താ വെച്ചാൽ ലൈഫ് ആണെങ്കിൽ ഒരു പ്രാവശ്യമേ ഉള്ളൂ. നമുക്ക് ഈ ക്യാഷ് വെച്ച് നമ്മൾ എന്താ ചെയ്യാൻ പോകണം? മരിക്കുന്ന ടൈമിൽ നമ്മൾ മൊത്തം പൈസ ഇവിടെ വെച്ചിട്ട് പോകുന്നതിനേക്കാൾ നല്ലത് നമ്മൾ അതിനെ ചെലവാക്കിയിട്ട് നമ്മുടെ ഒരു സന്തോഷം, നമ്മുടെ ഹാപ്പിനെസ്സിന് കൂടെ കൊണ്ടുപോകണമല്ലേ. അതെന്നാ അവനും പറഞ്ഞത്, ഞാനും പറയുള്ളൂ. നിങ്ങളാണെങ്കിൽ ഇവന് വരും, നിങ്ങളാണെങ്കിൽ എന്ത് ചെയ്തിട്ടുണ്ടാവും? താഴെ ഒന്ന് കമന്റ് അയക്കും.